മൻ കി ബാത്തിൽ സിജെപി പ്രതിഷേധത്തിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലും മൗനം തുറന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിൽ യുദ്ധത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി. ഫെമിനയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഫെമിന, ഇതാ ഈ സിജെപി പ്രതിഷേധം, അതിലെ വിജയവും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലടക്കം ഇതുവരെ പ്രതികരിക്കാൻ മോദി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വിവരങ്ങൾ. അത് തീർച്ചയായും ഇന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഇത്തരത്തിൽ സംസാരിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയാണ് മൻ കി ബാത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഈ മൻ കി ബാത്തിൽ രാജ്യത്ത് ഇത്രയും പ്രധാനപ്പെട്ട ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടായിട്ട് പോലും ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചില്ല. വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യമെമ്പാടും ശക്തമായതിനെ തുടർന്നാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. വിദ്യാർത്ഥികളുടെ വലിയ ഒരു സമരമായിരുന്നു രാജ്യം കണ്ടത്. എന്നാൽ ഈ സമരത്തെക്കുറിച്ചോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയെക്കുറിച്ചോ ഒരു പരാമർശവും പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് കാർഗിൽ വിജയ ദിവസത്തെക്കുറിച്ച് കാർഗിൽ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് മൻ കി ബാത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിദ്യാർത്ഥികളുടെ ഈ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒപ്പം ഇതാ അല്പസമയം മുമ്പ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ സിജെപി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് കഴിയുന്ന വിദ്യാർത്ഥികളെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അത് തീർച്ചയായും ഈ നേരത്തെ പാർലമെന്റ് മാർച്ചിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വിദ്യാർത്ഥികൾ സിജെപിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു കഴിഞ്ഞ 20-ാം തീയതി. അതിൽ വളരെ ക്രൂരമായിട്ടാണ് പോലീസ് ഈ സമരത്തെ അടിച്ചമർത്തത്. ഈ ഒരു സമരത്തിന്റെ ഭാഗമായി വളരെ ഗുരുതരമായിട്ട് പരിക്കേറ്റ ദില്ലിയിലെ RML ആശുപത്രിയിൽ പ്രവേശിച്ച 21 വയസ്സുകാരി സാക്ഷിയെ കാണാൻ വേണ്ടിയിട്ടാണ് ജോൺ ബ്രിട്ടാസ് MPയും അതുപോലെ തന്നെ റഹീം MPയും മറ്റ് SFIയുടെയും DYFIയുടെയും പ്രവർത്തകരെല്ലാം തന്നെ ഈ RML ഹോസ്പിറ്റലിൽ എത്തിയത്. എന്നാൽ ഇവിടെ ഗുരുതരമായി ഈ ചികിത്സയിൽ കഴിയുന്ന സാക്ഷിയെ കാണാൻ ഇവിടെ ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല. ജോൺ ബ്രിട്ടാസ് MP മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വലിയ ഒരു സുരക്ഷാ സന്നാഹമാണ്, അല്ലെങ്കിൽ പോലീസും അതുപോലെ തന്നെ CRPFും ഈ ആശുപത്രിയിലുണ്ട്. അമിത്ഷായുടെ പോലീസാണ് ഇത്തരത്തിൽ ആശുപത്രി നിയന്ത്രിക്കുന്നത്. തങ്ങളെ കാണാൻ അനുവദിച്ചില്ല എന്നാണ് ഇപ്പോൾ MP നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇവിടെ ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് യുവാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുവാനും ഇത്തരത്തിൽ കേന്ദ്രം തയ്യാറാകുന്നില്ല. ഇത് ശക്തമായ രീതിയിൽ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും എന്നും ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ശരി, ഫെമിനയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.